ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഫാസിനേറ്റിംഗ് ഫിസിക്സ്. ഇന്ന് നമ്മൾ ഫാസിനേറ്റിംഗ് ഫിസിക്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററാണ്. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സ്റ്റുഡൻസ്, നിങ്ങൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും, അതായത് ഏതൊരു ടോപ്പിക് എടുത്ത് പഠിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ ആ ടോപ്പിക്കിനെ നമ്മുടെ ഡെയിലി ലൈഫിലോട്ടൊന്ന് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ഐഡിയ കിട്ടുള്ളൂ. എങ്കിൽ മാത്രം ആ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ടോപ്പിക്കിലോട്ട് ഫോക്കസ്ഡ് ആവുള്ളൂ. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതിൽ ഇലക്ട്രിക് കറന്റ് എന്നുള്ള ടേം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ? ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് ഇന്ന് ചിന്തിക്കാൻ തന്നെ സാധിക്കില്ല അല്ലേ? ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഓർക്കാൻ കൂടി പറ്റില്ല അല്ലേ? അത്രയ്ക്കും ഡിഫിക്കൽട്ടായിരിക്കും. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊന്ന് ചെന്ന് നോക്കാം അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ട് അല്ലേ? ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസിനെയാണ് ഇലക്ട്രിക് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഏതൊക്കെ തരം ഡിവൈസസ് ഉണ്ട് അല്ലേ? ഫാൻ ഉണ്ട്, ഇലക്ട്രിക് ബൾബ് ഉണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, കമ്പ്യൂട്ടർ, മിക്സർ, ഗ്രൈൻഡർ, അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഈ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ആ ഫ്രേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക്. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് ഡിവൈസാണ്. ഒന്ന് നിങ്ങളുടെ ഇലക്ട്രിക് ബൾബ്, നിങ്ങളുടെ വീട്ടിലുള്ള ഇലക്ട്രിക് ബൾബും അതേപോലെ തന്നെ നിങ്ങൾ അയൺ ചെയ്യില്ലേ, ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന അയൺ ബോക്സ്, ഇലക്ട്രിക് അയൺ എന്നാണ് പറയുക. അപ്പോൾ ഈ രണ്ട് ഡിവൈസസും കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കറിയാം ഈ രണ്ട് ഡിവൈസസിലോട്ടും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഒരേ ഫോം ഓഫ് എനർജി, ഇലക്ട്രിസിറ്റി. പക്ഷേ ബൾബ് നമുക്ക് തരുന്നത് ഏതാണ്? ഇൻപുട്ടായി കൊടുത്തത് ഇലക്ട്രിക് കറന്റ് ആണ്. ഔട്ട്പുട്ടായിട്ട് ബൾബ് തന്നത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. ഇനി അയൺ ബോക്സ് ആവട്ടെ, ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ തന്നത്? ഹീറ്റ് എനർജിയാണ്. ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സെയിം ഇൻപുട്ട് കൊടുത്തപ്പോൾ ഡിഫറെൻ്റ് ഔട്ട്പുട്ടാണ് ഈ രണ്ട് ഡിവൈസും തന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് എനർജി ക്യാൻ നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത്? രണ്ട് ഡിവൈസിലേക്കും സെയിം ഫോം ഓഫ് എനർജി കൊടുത്തു, പക്ഷെ രണ്ട് ഡിവൈസും അതിനെ വ്യത്യസ്ത രൂപത്തിലുള്ള എനർജി ആയിട്ട് തിരിച്ചു തന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എനർജിയെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഓരോ ഡിവൈസിലും നമുക്ക് യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി ലഭിച്ചു. ഇലക്ട്രിക് ബൾബിലാണെങ്കിൽ ലൈറ്റ് എനർജി കിട്ടി, അതേപോലെ അയൺ ബോക്സിൽ നിന്നാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഹീറ്റ് എനർജി കിട്ടി. അപ്പോൾ ഏതൊരു ഡിവൈസിലാണോ യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഹീറ്റിംഗ് ഇഫക്റ്റും കണ്ടു, ലൈറ്റിംഗ് ഇഫക്റ്റും കണ്ടു. ഈ രണ്ട് ഇഫക്ട്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഇലക്ട്രിക് കറന്റിനുള്ളത്? ലൈറ്റിംഗ് ഇഫക്റ്റും ഹീറ്റിംഗ് ഇഫക്റ്റും കൂടാതെ വേറെ എന്തൊക്കെ ഇഫക്ട്സ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ഉള്ളത്? ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഫാൻ നോക്കാം. ഫാനിലേക്കും നമ്മൾ ഇലക്ട്രിക് കറന്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഫാൻ നമുക്ക് എന്താ തരുന്നത്? കാറ്റാണ് തരുന്നത് അല്ലേ? കാറ്റ് എങ്ങനെ ഉണ്ടായി? ഫാനിന്റെ ലീവ്സ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താ? ഇലക്ട്രിക് കറന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി അല്ലേ? മൂവ്മെന്റിലാണ് ഫാനിന്റെ ലീഫ് ഇരിക്കുന്നത്, മോഷനിലാണ്. അതുകൊണ്ട് അവിടെ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഏത് ഫോമിലാണ്? കൈനറ്റിക് എനർജിയിലേക്കാണ്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ, ഇനി വേറൊരു ഇഫക്റ്റ് പറയാം. നമ്മൾ സ്റ്റോറേജ് ബാറ്ററീസ് അറിയാം അല്ലേ? നമ്മൾ ചാർജൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ബാറ്ററി, അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. കെമിസ്ട്രിയിൽ നമ്മൾ കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഒക്കെ ധാരാളമായിട്ട്
പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഹീറ്റിംഗ് ഇഫക്റ്റും ഒന്ന് ലൈറ്റിംഗ് ഇഫക്റ്റും ആണ്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കറന്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇലക്ട്രിക് കറന്റിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് കറന്റ്. സിമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രിക് കറന്റിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് വിളിക്കുന്നത്. ഇനി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും അത് നോക്കാം. എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ആണ് മെഷർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സിമ്പിളായിട്ട് ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ എന്ന് പറയാം. മെഷർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി കണ്ടക്ടർ എന്ന് വേണം പറയാനായിട്ട്. ഇതിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം നോക്കാം. കറന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതായത് ക്യൂ ആണ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. ടൈം റേറ്റ് ഓഫ് ഫ്ലോ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പെർ ടൈം ആണ്. അതായത് ടി സെക്കൻഡിൽ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജിനെയാണ് മെഷർ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ മെഷർ ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ് അല്ലേ. കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. അതേപോലെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളുംബാണ്. ഇനി ഈ ആംപിയർ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ? ഒരു ഫിസിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ആംപിയർ എന്നുള്ള വേർഡ് എടുത്തിട്ടുള്ളത്. അതായത് ആൻഡ്രി മേരി ആംപിയർ എന്നുള്ള ഒരു ഫിസിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ആംപിയർ എന്നുള്ള ടേം എടുത്തിട്ടുള്ളത്. അതേപോലെ കുളുംബ് എന്ന് പറയുന്ന ടേമും ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതായത് ചാൾസ് ആഗസ്റ്റിൻ ഡി കുളുംബ് എന്ന ഫിസിസ്റ്റിന്റെ പേരിൽ നിന്നാണ് കുളുംബ് എന്നുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. എമൗണ്ട് ഓഫ് കറന്റ് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സോ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. സ്റ്റുഡൻസ്, നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നോക്കാം. ആദ്യം അത് ഡിഫൈൻ ചെയ്യണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് between 2 points in an electric circuit is defined as a work done in moving a unit positive charge from one point to another. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ആദ്യം 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എ ബി. ഈ 2 പോയിന്റ്സിനിടയ്ക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. മെഷർ 1 കുളുംബ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതിനെയാണ് 1 കുളുംബിനെയാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാർജിനെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്ത വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് ബി എന്ന് പറയുക. ഓക്കെ, it is a work done in moving unit positive charge from one point to another. അതിനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഓക്കെ, W എമൗണ്ട് ഓഫ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽസ് എ ആൻഡ് ബിനെ എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു W ബൈ ക്യൂ എന്ന് എഴുതാൻ സാധിക്കും. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഓക്കെ, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്തിട്ടുള്ള വർക്ക് എമൗണ്ട് ഓഫ് വർക്ക് W ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആണല്ലോ. ഓക്കെ,
W is equal to Q into V. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു ദി അനദർ. ക്ലിയർ അല്ലേ? സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇലക്ട്രിസിറ്റി ഇപ്പോൾ അയൺ ബോക്സിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ ഹീറ്റ് എനർജി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റെസിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈം. എത്ര നേരത്തേക്ക് കറന്റ് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്തു എന്നുള്ള ഫാക്ടർ, അതായത് ടൈം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കറന്റ് ആണ്. മൂന്നാമത്തെ കാര്യം എമൗണ്ട് ഓഫ് കറന്റ് ആണ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കണ്ടക്ടറിൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയില്ലേ? ഇറ്റ് ഈസ് ദ ഒബ്സ്ട്രക്ഷൻ പോസ്ഡ് ബൈ എ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന എന്താണ്? ഒരു ഒബ്സ്ട്രക്ഷനാണ്. അതിനെ തടയുന്ന ഒരു കാര്യമാണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചതാണ് റെസിസ്റ്റൻസ്. പിന്നെ എത്ര സമയത്തേക്ക് ആ കണ്ടക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് കറന്റ്, എത്ര എമൗണ്ട് ഓഫ് കറന്റ് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ, കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ ആണെങ്കിൽ അവിടെ കൂടുതൽ ഹീറ്റ് ഫോം ചെയ്യും. അതേപോലെ ടൈം, ഒരുപാട് നേരത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. അതേപോലെ എമൗണ്ട് ഓഫ് കറൻറ്റും കൂടുമ്പോൾ എന്തുണ്ടാവും? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് കറന്റ് ഒരു ഡിവൈസിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ജൂൾ എന്ന് പറയുന്ന ഫിസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായി പഠിച്ചിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ്. അങ്ങനെ അദ്ദേഹം എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജൂൾസ് ലോ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. The heat generated in a current carrying conductor is directly proportional to the product of square of amount of current in the conductor, resistance of the conductor and time. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിനൊക്കെ? സ്ക്വയർ ഓഫ് എമൗണ്ട് ഓഫ് കറൻറ്റ്, പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് എമൗണ്ട് ഓഫ് കറൻറ്റ്, അതേപോലെ റെസിസ്റ്റൻസിന്, അതേപോലെ ടൈം. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ? കെ. അപ്പോൾ കെ ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, കെ 1 ആവുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഹീറ്റിംഗ് ഇഫക്ട്സ് നോക്കിയപ്പോൾ കണ്ടു 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റെസിസ്റ്റൻസ്, അതേപോലെ കറൻറ്റ്, ടൈം. അപ്പോൾ അതുതന്നെയല്ലേ ഇവിടെ. അപ്പോൾ ജൂൾ, നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റ്. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി.
അപ്പം നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് കണ്ടു അല്ലേ. H=I²RT എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഒരു ഫോം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യനിൽ I, R, T അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷെ തരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോം ഒന്ന് മാറ്റി നോക്കാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ V=IR എന്നാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്നും I എടുത്താലോ, I=V/R ആണ്. ഓക്കെ, അപ്പോൾ ഈ I=V/R എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ H=V/R² ഇൻറ്റു RT. സോ H=V²/R² ഇൻറ്റു RT. സോ R ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്താ ഉള്ളത്? H=V²/R ഇൻറ്റു T. അപ്പോൾ ഈ ഒരു ഫോമും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഒരു ഫോമും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ?